ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പബ്ലിക്കിൽ ചെല്ലുമ്പോൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ മാനേഴ്സ്, സംസ്കാരം. ഞങ്ങൾ ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ATM ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറെ പല ബാങ്കുകൾക്കുണ്ട്. ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, അങ്ങനെയുള്ള മറ്റുള്ള ബാങ്കുകൾക്കെല്ലാം ATM ഉണ്ട്. അപ്പം ഞങ്ങളുടെ പൊതുവേ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ATM കുറച്ച് വലുതാണ്. ഏകദേശം ഒരു 3 മെഷീനോളം അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് മെയിൻ ബ്രാഞ്ചിൽ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നിൽ പാസ്ബുക്ക് പ്രിൻ്റർ, ഒന്നിൽ CDM പ്ലസ് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ പ്ലസ് ATM, പിന്നെ അല്ലാതെ ATMൻ്റെ ഒരു മെഷീൻ. അങ്ങനെ 3 മെഷീനുണ്ട്. അപ്പം അറ്റ് എ ടൈമിൽ 3 പേർക്ക് അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റും. ഇത് ആ 3 പേരല്ലാതെ ഒരു 7-8 പേര് കയറി നിന്നിട്ട് ക്യൂ നിന്നിട്ട് പലപ്പോഴായിട്ട് വിഡ്രോ ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അറ്റ് എ ടൈമിൽ ഒരാളെ അല്ലെങ്കിൽ 2-3 പേരെ നിൽക്കാവുള്ളൂ. ഓരോ ATMകളിലും ഓരോ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഹെൽമെറ്റ് ധരിക്കാൻ പാടില്ല, മുഖംമൂടി അതായത് മാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഇന്ന് പൈസ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറയിൽ ഫോൺ എടുത്ത് വെച്ചിട്ട് അയാളുടെ ചെവിയുടെ അടുത്ത് നിന്ന് ഭയങ്കര ഒച്ചത്തിൽ വിളിച്ച് സംസാരിക്കുക. അത് വല്ലാതെ ഇറിറ്റേഷൻ തോന്നുന്ന ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ലജ്ജ തോന്നുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരെ ഒരു പബ്ലിക് സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പം അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ 4 ആൾ കൂടുന്നിടത്ത് നിന്നിട്ട് വലിയ വായിൽ സംസാരിച്ച് പ്രശ്നമുണ്ടാക്കി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അതൊരു നല്ല പ്രവണതയായിട്ട് കാണുന്നില്ല. നിങ്ങളിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആ രീതിയിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇനി ATMകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ CDMകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ, വിഡ്രോ ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അടുത്തൊരു നല്ലൊരു കണ്ടൻറ്റായിട്ട് കാണാം. പലരും ചോദിക്കും, നിൻ്റെ വീഡിയോ യാത്രാ വ്ളോഗിങ് വീഡിയോ ആണല്ലോ, നീ എന്താ വ്ളോഗിങ് ഒക്കെ ചെയ്യാത്തത്? നിങ്ങൾക്കറിയാം, നമുക്ക് ചുറ്റും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും യാത്ര അതൊരു തടസ്സമാണ്. കാരണം നല്ല വിഷ്വൽസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ വരും ദിവസങ്ങളിൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് നമ്മൾ എത്തിക്കും. ഓക്കെ, അതുവരെ കാണാം. ബൈ.